ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു ദിവസം ഞാൻ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്, നടക്കാനായിട്ട് ഞാൻ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ നടത്തത്തിൻ്റെ വേഗത എത്ര, എന്തിന് ഞാൻ നടക്കുമ്പോൾ വെക്കുന്ന ചുവടുകളുണ്ടല്ലോ, ഒരു ദിവസം ഞാൻ എത്ര ചുവടുകൾ വെക്കുന്നുണ്ട് എന്ന് പോലും എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ പ്രായം, ഭാരം, ഉയരം, സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര ദൂരം നടന്നു, ഇനി എത്ര ദൂരം നടക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എത്ര ചുവടുകൾ നടന്നു, അതുപോലെ നിങ്ങൾ നടക്കാൻ ഉപയോഗിക്കുന്ന സമയം, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആരോഗ്യ കാര്യത്തിലൊക്കെ അല്പമെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ എത്ര നടന്നു എന്നറിയേണ്ടവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേഗം പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വാ. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ചിട്ടും ആൻഡ്രോയിഡ് വേർഷൻ മാറുന്നതിനനുസരിച്ചിട്ടും ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷന് വ്യത്യസ്തമായിരിക്കും. ഇതിപ്പോൾ റെഡ്മി ഫോണിലാണ് ഞാൻ കാണിക്കുന്നത്. ഓപ്പോ, വിവോ, വൺ പ്ലസ്, സാംസങ്ങിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷൻ തന്നെ കാണിച്ചു തരും എങ്ങനെയാണ് ഈ പെർമിഷനൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന്. ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് മെയിലാണോ ഫീമെയിൽ ആണോ എന്നത് ചോദിക്കും. അപ്പോൾ നിങ്ങളുടേത് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വെയ്റ്റും ഹൈറ്റും നൽകേണ്ട ഒരു ഓപ്ഷനാണ്. ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് എത്ര ദൂരം ഒരു ദിവസം നടക്കണം, നമ്മുടെ വെയ്റ്റിനനുസരിച്ച് ഇത് കാണിച്ചു തരും. പിന്നെ താഴെ നിങ്ങൾക്ക് ഹൈറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി അത് LBസിലാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ സൈഡിൽ നിന്ന് KG ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ KG ആക്കാൻ പറ്റും. എക്സാമ്പിൾ നിങ്ങളുടെ എത്രയാ തൂക്കം അത് കൊടുത്താൽ മതി, അല്ലാതെ വളരെ കൃത്യമായ തൂക്കമൊന്നും കൊടുക്കണമെന്നില്ല. ഇനി ഇവിടെ താഴെയുള്ള സ്റ്റാർട്ട് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്കൊരു പെർമിഷൻ ചോദിക്കും, അത് അലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നതാണ്. ഇവിടെ അപ്ഡേറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാറ്ററി നോ റെസ്ട്രിക്ഷനിൽ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ കിട്ടും. അങ്ങനെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഫോണ് ലോക്ക് ആയാലും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യൂ. കാരണം ലോക്കിലും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ പിറകിലേക്ക് വന്നാൽ അവിടെ ടിക്ക് മാർക്ക് കാണാം. വീണ്ടും നിങ്ങൾ താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ഇതേ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയൊന്ന് പിറകിലേക്ക് വന്നിട്ട് ഈ പേജ് ഒന്ന് എക്സിറ്റ് പോയാൽ മാത്രം മതി. ഡണ്ണൊന്നും ചെയ്യണം എന്നില്ല, ഓട്ടോമാറ്റിക്കലി ഡൺ ആയിക്കോളും. ഇനി മുകളിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇനി എത്ര നടക്കണം, നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് ഒരു ദിവസം എത്ര നടക്കണം എന്നുള്ളത്. ഓരോ ദിവസത്തും ഇതിൽ നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും ഇത്രയാണ് നടക്കേണ്ടത്, ഇത്ര നിങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നടക്കുമ്പോൾ മാത്രമേ ഇത് കൗണ്ട് ചെയ്യുകയുള്ളൂ. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുകയുള്ളൂ. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇപ്പം നടന്നിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ നമുക്ക് പോസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോസ് ചെയ്ത് നിർത്താം, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇനി ഞാനൊന്ന് നടന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ അല്പദൂരം നടന്നിട്ട് വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ 243 ചുവടുകൾ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം 160 മീറ്ററാണ് ഞാൻ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ ലൈനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്ര മിനിറ്റ് നടന്നിട്ടുണ്ട്, അതുപോലെ ഏറ്റവും മുകളിൽ ഞാൻ ഇനി എത്ര നടക്കണം, അതുപോലെ തന്നെ ഇവിടെ ആഴ്ചയുടെ ലിസ്റ്റിൽ ഇന്ന് നടന്നത് കാണിക്കുന്നുണ്ടോ, അത് മുഴുവനാക്കണം, ആ കാണുന്നത് മുഴുവനാക്കണം. അതുപോലെ തന്നെ ടോട്ടൽ കൗണ്ടിങ് കാണിക്കുന്നുണ്ട്. ഓരോ തീയതിയിൽ ഏതൊക്കെ തീയതി കൂടുതൽ നടന്നു, എല്ലാ വിശദ വിവരങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ഇത് തന്നെ നമുക്ക് സജഷൻ ചെയ്യും, ഇതാ ഇന്ന ആഴ്ചകളിൽ ഇത്ര നടക്കണം എന്നൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ഹൈറ്റും വെയ്റ്റിനും അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്യാം, ഇന്ന ദിവസം ഇത്ര കിലോമീറ്റർ നടക്കണം, ഇന്ന ദിവസം ഇത്ര നടക്കണം എന്നൊക്കെ. വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.